नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 83. വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങൾ. പേജ് നമ്പർ 814. പ്രാരംഭ ഭക്തർക്കോ മതവിശ്വാസികൾക്കോ മഹാത്മാക്കളുടെ മഹത്വം മനസ്സിലാക്കാനാവില്ല. ഒരു ചടങ്ങെന്ന നിലയിൽ അവർ ക്ഷേത്ര ദർശനം നടത്തി പ്രതിഷ്ഠാമൂർത്തിയെ വണങ്ങുന്നു എന്നു മാത്രം. തൊട്ടടുത്ത ഉയർന്ന വിതാനമായ തന്മയീ ഭാവത്തിലേക്ക്, സമാധിബോധത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ മഹാത്മാക്കളുടെയും ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയൂ. അതിനാൽ പ്രാരംഭ ഭക്തന്മാർക്ക് മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാവില്ലെന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണൻ തുടർന്നു, തീർത്ഥസ്നാനം കൊണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ ക്ഷേത്രദർശനം കൊണ്ടോ ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എന്നാൽ പരമാത്മാവിനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവൻ പെട്ടെന്നു ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടുന്നതിന് അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ജലം, വായു, ആകാശം, മനസ്സ് എന്നിവയെ പൂജിക്കണമെന്നാണ് അനുശാസിക്കുന്നത്. സർവഭൂതങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളെയും പൂജിക്കുന്നവൻ അസൂയയിൽ നിന്നു മുക്തനാകും. എന്നാൽ ഒരു മഹാത്മാവിനെ സേവിച്ചാൽ അസൂയാലുവിൻ്റെ സർവപാപങ്ങളും തൽക്ഷണം നശിക്കും. സംപൂജ്യരായ മഹർഷിമാരെ, ബഹുമാന്യരായ രാജാക്കന്മാരെ, വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളിൽ നിർമ്മിതമായ ഈ ഭൗതിക ശരീരം തന്നെയാണ് ആത്മാവെന്നും കുടുംബവും ബന്ധുക്കളും സ്വന്തമാണെന്നും ഭൗതിക വസ്തുക്കൾ ആരാധ്യമാണെന്നും അതുപോലെ സ്നാനത്തിനു വേണ്ടി മാത്രമാണു പുണ്യസ്ഥലം സന്ദർശിക്കുന്നതെന്നും വിചാരിച്ച് ഋഷിമാരും മഹാത്മാക്കളുമായി സമ്പർക്കം ആവശ്യമില്ലെന്നും കരുതുന്നവർ മനുഷ്യരൂപികളാണെങ്കിലും കഴുതയെപ്പോലുള്ള മൃഗങ്ങളല്ലാതെ മറ്റൊന്നുമല്ലെന്നു നാം പറയുന്നു. തികഞ്ഞ ഗൗരവത്തോടെ പരമാധികാരിയായ ഭഗവാൻ കൃഷ്ണൻ സംസാരിച്ചപ്പോൾ മഹർഷിമാരും സന്യാസിമാരും പരിപൂർണ നിശബ്ദത പാലിച്ചു. ഇത്ര ഹ്രസ്വവും സമഗ്രവുമായ രീതിയിൽ ജീവിത ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടു അവർ അത്ഭുതപ്പെട്ടു പോയി. നല്ല ജ്ഞാനമില്ലെങ്കിൽ ശരീരമാണ് ആത്മാവെന്നും കുടുംബാംഗങ്ങളെല്ലാം ചർച്ചക്കാരാണെന്നും തൻ്റെ ജന്മസ്ഥലം ആരാധ്യമാണെന്നുമൊക്കെ ചിന്തിച്ചു പോകും. ഈ ജീവിത സങ്കല്പത്തിൽ നിന്നാണ് ദേശീയവാദം എന്ന
നവീന ദർശനം രൂപം കൊണ്ടത്. ഭഗവാൻ കൃഷ്ണൻ ഇത്തരം ആശയങ്ങളെ നിരാകരിച്ചു. കേവലം സ്നാനത്തിനു വേണ്ടി മാത്രം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ അവസരം മഹാഭക്തരെയും മഹാത്മാക്കളെയും കണ്ട് അവരുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കാതെ മടങ്ങിപ്പോരുകയും ചെയ്യുന്ന ആളുകളെ അദ്ദേഹം വിമർശിച്ചു. ഇങ്ങനെയുള്ളവർ വെറും കഴുതകളാണെന്നു അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരെല്ലാം ചിന്തിച്ചു നോക്കി. താൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ലീലകളാടുന്ന പരമപുരുഷൻ തന്നെയാണു ഭഗവാൻ കൃഷ്ണൻ എന്ന് അവർ ഉറപ്പിച്ചു. മനുഷ്യജന്മത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഏതു രീതിയിൽ ജീവിക്കണമെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഈ ലീല നടത്തുന്നത്. കൃഷ്ണൻ പരമപുരുഷനാണെന്ന് ഉറപ്പിച്ച ശേഷം ഋഷിമാർ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: പ്രിയപ്പെട്ട ഭഗവാനെ, സമൂഹത്തിൻ്റെ നേതാക്കളായ ഞങ്ങൾക്ക് യുക്തമായ ജീവിത ദർശനമുണ്ടെന്നാണ് വയ്പ്. എങ്കിലും അവിടുത്തെ ബാഹ്യശക്തിയുടേതുപോലെയുള്ളതും അങ്ങയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറയ്ക്കുന്നതുമായ അങ്ങയുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. അതിനാൽ അങ്ങയുടെ ലീലകൾ അത്ഭുതകരമായി ഞങ്ങൾക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ.